യശശരീരനായ ഉമ്മൻചാണ്ടിയെ പോലുള്ള നേതാക്കന്മാരെ അപമാനിക്കാൻ ശ്രമിച്ചാൽ അത് കേരളീയ സമൂഹം മാപ്പ് തരില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്ത അണികളെ, കോൺഗ്രസിന് വോട്ട് ചെയ്ത വോട്ടർമാരെ, കോൺഗ്രസിന് വോട്ട് ചെയ്ത രാഷ്ട്രീയമില്ലാത്ത ആളുകളെ, കോൺഗ്രസിന് വോട്ട് ചെയ്ത CPM-കാരെ, കോൺഗ്രസിന് വോട്ട് ചെയ്ത ഇടതുപക്ഷക്കാരെ, അവരെ എല്ലാം നിരാശരാക്കുക എന്നതാണ് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ കഴിയും. ഉമ്മൻചാണ്ടിയുടെ ചിത്രം വലിച്ചു കീറുകയും മറ്റുള്ളവർ 3 പേരിൽ ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി ആകണം എന്ന് പറഞ്ഞ് വലിയ രീതിയിലേക്ക് തർക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇതൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. തെരുവിൽ തർക്കങ്ങളുമായി അല്ലെങ്കിൽ തെരുവിൽ പ്രകടനം നടത്തേണ്ട ആവശ്യമില്ല. ഹൈക്കമാൻഡ് ആയിരിക്കും തീരുമാനിക്കുക. കേരളത്തിൽ ഏത് രാഷ്ട്രീയ നേതാവിനോടും വിയോജിക്കാൻ മുദ്രാവാക്യം വിളിക്കാനും യോജിച്ച് മുദ്രാവാക്യം വിളിക്കാനും ഒക്കെ എല്ലാവർക്കും അവസരമുണ്ട്. പക്ഷേ ആ യോജിപ്പിന്റെയും വിയോജിപ്പിന്റെയും ഇടയിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ലോകാരാധ്യനായ കോൺഗ്രസ് നേതാവിനെ, ആ നന്മ നിറഞ്ഞ മനുഷ്യനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ അവരെ കോൺഗ്രസ് പ്രവർത്തകർ, ആത്മാഭിമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകർ തെരുവിൽ കൈകാര്യം ചെയ്താൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിലെ 10 വർഷത്തെ പിണറായി സർക്കാരിനെതിരായ വിധിയെഴുതിയ ജനങ്ങൾ കോൺഗ്രസിൽ നടക്കുന്ന സമാനതകളില്ലാത്ത തമ്മിൽ തല്ല് കണ്ട് ഈ പാർട്ടിക്കാർക്ക് വോട്ട് ചെയ്യേണ്ടായിരുന്നു, ഈ മുന്നണിക്ക് വോട്ട് ചെയ്യേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തന്നെ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇത്തവണ കേരളത്തിൽ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. മിന്നും വിജയം CPM-ന്റെ പൊന്നാപരം കോട്ടകളിലടക്കം വലിയ വിജയമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും ഉണ്ടായത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട പല മണ്ഡലങ്ങളുടെ ഉദുമ, തൃക്കരിപ്പൂര്, പയ്യന്നൂര്, തളിപ്പറമ്പ്, കൊയിലാണ്ടി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ, നാദാപുരം, പേരാമ്പ്ര, ബാലുശ്ശേരി തുടങ്ങി നിരവധിയായ മണ്ഡലങ്ങൾ നമുക്ക് എടുത്തു പറയാൻ കഴിയും. ചടയമംഗലം, ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിൽ പോയതുപോലെ, ചടയമംഗലം, അങ്ങനെ നിരവധിയായ കേരളത്തിലെ മണ്ഡലങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ നിരവധിയായ മണ്ഡലങ്ങൾ, കൊടുങ്ങല്ലൂര് തുടങ്ങി കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും വലിയ വിജയമാണ് ഇവിടങ്ങളിലൊക്കെ ലഭിച്ചത്. വലിയ വിജയം ലഭിച്ച ജനങ്ങളെ നിരാശരാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത്. ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ ആർക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാം. അക്കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. കാരണം ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന KC വേണുഗോപാലാണെങ്കിൽ KC വേണുഗോപാലിനെ ശിരസ ഏറ്റെടുക്കണം. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ VD സതീശനാണെങ്കിൽ VD സതീശനെ ഏറ്റെടുക്കണം. രമേശ് ചെന്നിത്തലയാണെങ്കിൽ അദ്ദേഹത്തെ ഏറ്റെടുക്കണം. പക്ഷേ ഇവിടെ ഇന്നലെ കണ്ടൊരു ദൃശ്യം, ഉമ്മൻചാണ്ടി കേരളത്തിലെ കോൺഗ്രസിനെ സധൈര്യം നയിച്ച, ആൾക്കൂട്ടത്തിന് നടുവിൽ മാത്രം ജീവിച്ച, കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ആശയവും ആവേശവും പ്രതീക്ഷയും പ്രത്യാശയും എല്ലാമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ചിത്രം വലിച്ചു കീറുന്ന ക്രിമിനൽ പ്രവർത്തനം ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ചിത്രം, അതാരുടെ ചിത്രത്തോടൊപ്പമായാലും ആ ചിത്രം വലിച്ചു കീറിയത് ഒരു കോൺഗ്രസ്സുകാരന് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റിന്റെ നിലവാരത്തിലേക്ക് താഴുന്ന രൂപത്തിലാണ് ഇപ്പോൾ ചില കോൺഗ്രസ് പ്രവർത്തകർ സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുനിരത്തിലും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പൊതുനിരത്തിലിറങ്ങി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ പരസ്യമായി തെറിവിളിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ പരസ്യമായി തെറിവിളിക്കുന്നു. ഇത്തരത്തിലുള്ള സൈബർ ക്രിമിനലുകളെയും തെരുവിലിറങ്ങുന്നവരെയും നിലക്ക് നിർത്താൻ പാർട്ടി നേതൃത്വം തയ്യാറാകണം. യശശരീരനായ ഉമ്മൻചാണ്ടിയെ പോലുള്ള നേതാക്കന്മാരെ അപമാനിക്കാൻ ശ്രമിച്ചാൽ അത് കേരളീയ സമൂഹം മാപ്പ് തരില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്ത അണികളെ, കോൺഗ്രസിന് വോട്ട് ചെയ്ത വോട്ടർമാരെ, കോൺഗ്രസിന് വോട്ട് ചെയ്ത രാഷ്ട്രീയമില്ലാത്ത ആളുകളെ, കോൺഗ്രസിന് വോട്ട് ചെയ്ത CPM-കാരെ, കോൺഗ്രസിന് വോട്ട് ചെയ്ത ഇടതുപക്ഷക്കാരെ, അവരെ എല്ലാം നിരാശരാക്കുക എന്നതാണ് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. എല്ലാവരെയും, കേരളത്തെ ഒന്നാകെ നിരാശയാക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടനീ പറഞ്ഞതുപോലെ കോൺഗ്രസ്സുകാർ തന്നെ ഉമ്മൻചാണ്ടിയുടെ ചിത്രം വലിച്ചു കീറുക. എനിക്ക് തോന്നുന്നു KC വേണുഗോപാലും ഉമ്മൻചാണ്ടിയും കൂടെ ഉള്ള ഒരു പോസ്റ്റർ ഫ്ലെക്സിൽ നിന്നാണ് വലിച്ചു കീറിയിട്ടുള്ളത്. അപ്പൊ ഉമ്മൻചാണ്ടിയുടെ ചിത്രം ഒപ്പം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇതേ ഉമ്മൻചാണ്ടിയുടെ ചിത്രം ഉയർത്തിക്കാട്ടി, കൊട്ടിക്കലാശത്തിന് പോലും ഇതേ ഉമ്മൻചാണ്ടിയുടെ ചിത്രം ഉയർത്തിക്കാട്ടുകയും തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വിജയിച്ചു കഴിഞ്ഞ് ആഹ്ലാദ പ്രകടനത്തിന് പോകുമ്പോഴും ഇതേ ഉമ്മൻചാണ്ടിയുടെ ചിത്രം ഉയർത്തിക്കാട്ടിയാണ് എല്ലാ നേതാക്കളും അല്ലെങ്കിൽ ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് കഴിഞ്ഞ് അനുഗ്രഹം വാങ്ങാൻ, മത്സരിക്കുന്നതിന് തൊട്ട് മുൻപ് അനുഗ്രഹം വാങ്ങാൻ പുതുപ്പള്ളി പള്ളിയിൽ പോവുകയും വിജയിച്ചു കഴിഞ്ഞാൽ അതേ പുതുപ്പള്ളി പള്ളിയിൽ പോയി സാറിനോട് നന്ദി പറയട്ടെ എന്ന് പറയുന്ന ആളുകളാണ് ഇന്ന് രാഷ്ട്രീയ അല്ലെങ്കിൽ കോൺഗ്രസിലുള്ളത്. കേരളത്തിലെ കോൺഗ്രസിലുള്ള സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ വിജയിച്ച നിലവിലെ MLA-മാരിൽ പലരും, അല്ലെങ്കിൽ ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു ഒരു 50-60 പേര് അങ്ങനെ പോയി ഉമ്മൻചാണ്ടിയുടെ അടുത്ത് പോയി നന്ദി പറഞ്ഞ അല്ലെങ്കിൽ സാറിനോട് സന്തോഷം പങ്കുവച്ചവരാണ്. അവരൊക്കെ ഇത് എങ്ങനെ അംഗീകരിക്കും എന്നൊരു ചോദ്യമുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ പല സ്ഥലങ്ങളിലും കണ്ടതാണ്, സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഉമ്മൻചാണ്ടി നിറഞ്ഞു നിന്നിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഉമ്മൻചാണ്ടി നിറഞ്ഞു നിന്നിരുന്നു. ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പൊ ഉമ്മൻചാണ്ടി അത്രത്തോളം ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയത്.
അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ പല സ്ഥലത്തും ഉമ്മൻചാണ്ടിയുടെ പോസ്റ്ററിൽ പാലഭിഷേകം വരെ നടത്തിയ കോൺഗ്രസ്സുകാരുണ്ട്. അത് ഞാൻ ഈ പറയുന്ന പോലെ അവർക്ക് ഇപ്പൊ RC, VD, KC എന്ന ഗ്രൂപ്പ് ആയിരിക്കില്ല. അവർ കോൺഗ്രസിനെ സ്നേഹിച്ച 10 വർഷത്തിന് ശേഷം കേരളത്തിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി വേണം. അത് ആരായാലും, ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ ഹൈക്കമാൻഡ് ആരെയാണോ തീരുമാനിക്കുന്നത് അവരെ മുഖ്യമന്ത്രിയായി ഞങ്ങൾ അംഗീകരിക്കും എന്ന് പറയുന്ന നിലപാടുള്ള കോൺഗ്രസ്സുകാരാണ്. അവിടെയാണ് മറുവശത്ത് ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റർ വലിച്ച് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ചിത്രം വലിച്ചു കീറുന്നത്. ഈ മനുഷ്യൻ ശരിക്കും നീതിമാനായിരുന്നു, ഈ മനുഷ്യന് നീതി കിട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉമ്മൻചാണ്ടിയുടെ ചിത്രം വലിച്ചു കീറുകയും മറ്റുള്ളവർ 3 പേരിൽ ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി ആകണം എന്ന് പറഞ്ഞ് വലിയ രീതിയിലേക്ക് തർക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇതൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. തെരുവിൽ തർക്കങ്ങളുമായി അല്ലെങ്കിൽ തെരുവിൽ പ്രകടനം നടത്തേണ്ട ആവശ്യമില്ല. ഹൈക്കമാൻഡ് ആയിരിക്കും തീരുമാനിക്കുക. ഇവർ ഈ പ്രകടനം നടത്തിയത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പൊ VD സതീശന് വേണ്ടിയോ KC വേണുഗോപാലിന് വേണ്ടിയോ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയോ തെരുവിൽ പ്രകടനം നടത്തുകയും ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അവരൊരിക്കലും മുഖ്യമന്ത്രി ആകില്ല. അവർക്കത് നെഗറ്റീവ് മാർക്കായി തന്നെയായിരിക്കും വീഴുക. അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും ചിന്തിക്കാതെ പ്രവർത്തകർ എന്ത് ഭാവിച്ചാണ് ഈ കാണിക്കുന്നത്? ഇത് നിയന്ത്രിക്കാൻ ഈ നേതാക്കൾക്ക് കഴിയാതെ പോകുന്നത് നേതാക്കളുടെ പരാജയം തന്നെയാണെന്ന് പറയേണ്ടി വരും. എന്താണ്, തെരഞ്ഞെടുപ്പ് കഴിയുന്നു, വലിയ വിജയം ഉണ്ടാകുന്നു, മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. മുഖ്യമന്ത്രി ഞായറാഴ്ച അല്ലെങ്കിൽ നാളെ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹൈക്കമാൻഡ് ചർച്ച നടക്കണം. ഇനി ഒരു ചോദ്യമുണ്ട്. സാധാരണക്കാരായ കോൺഗ്രസിനെ വിശ്വസിച്ച പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണം എങ്ങനെയെങ്കിലും അവസാനിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ച് സാധാരണക്കാരായ നിഷ്പക്ഷർ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മാറി ചിന്തിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. വോട്ട് ചെയ്യണ്ടായിരുന്നു എന്ന രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്. ഇനി എന്റെ ഉള്ളിലുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുന്നു. അത് ആരോ ഒരാൾ KCയോ RCയോ VDയോ ആരോ ആയിക്കോട്ടെ, ബാക്കി ഒരാൾക്കല്ലേ എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാകൂ. അപ്പൊ മറ്റ് 2 നേതാക്കൾക്കൊപ്പം നിൽക്കുന്നവർ എന്തൊക്കെയായിരിക്കും, കോൺഗ്രസ് പ്രവർത്തകർ എന്തൊക്കെയായിരിക്കും അഴിച്ചുവിടാൻ പോകുന്നത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. തീർച്ചയായും കേരളത്തിൽ ഏത് രാഷ്ട്രീയ നേതാവിനോടും വിയോജിക്കാൻ മുദ്രാവാക്യം വിളിക്കാനും യോജിച്ച് മുദ്രാവാക്യം വിളിക്കാനും ഒക്കെ എല്ലാവർക്കും അവസരമുണ്ട്. പക്ഷേ ആ യോജിപ്പിന്റെയും വിയോജിപ്പിന്റെയും ഇടയിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ലോകാരാധ്യനായ കോൺഗ്രസ് നേതാവിനെ, ആ നന്മ നിറഞ്ഞ മനുഷ്യനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ അവരെ കോൺഗ്രസ് പ്രവർത്തകർ, ആത്മാഭിമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകർ തെരുവിൽ കൈകാര്യം ചെയ്താൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്, കേരളത്തിലെ 10 വർഷത്തെ പിണറായി സർക്കാരിനെതിരായ വിധിയെഴുതിയ ജനങ്ങൾ കോൺഗ്രസിൽ നടക്കുന്ന സമാനതകളില്ലാത്ത തമ്മിൽ തല്ല് കണ്ട് ഈ പാർട്ടിക്കാർക്ക് വോട്ട് ചെയ്യേണ്ടായിരുന്നു, ഈ മുന്നണിക്ക് വോട്ട് ചെയ്യേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തന്നെ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തന്നെ തെരുവോരങ്ങളിലും അതോടൊപ്പം തന്നെ സൈബർ ഇടങ്ങളിലും തമ്മിലടിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകന്മാർ കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകളെ നിരാശരാക്കുകയാണ്, അവരെ തലതാഴ്ത്തി ഇടാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. VDയോ RCയോ KCയോ ആര് മുഖ്യമന്ത്രി ആയാലും അതൊരു കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്. എല്ലാവർക്കും അനുയായികളുണ്ട് കേരളത്തിൽ. പക്ഷേ ആ അനുയായികളെ ഉപയോഗിച്ച് അവരെ തെരുവിലിറക്കി, അവരെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ച്, അവരെ കൊണ്ട് സൈബർ ഇടങ്ങളിൽ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരെ തെറി പറയുന്നത് അത് കോൺഗ്രസ് സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് ഈ നേതാക്കന്മാർ തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാരെ, മൺമറഞ്ഞു പോയ നേതാക്കന്മാരെ അപമാനിക്കാൻ ശ്രമിച്ചാൽ കേരളീയ പൊതുസമൂഹം കൃത്യമായി അതിന് മറുപടി നൽകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും കോൺഗ്രസിന്റെ AICCയും KPCCയും ഒക്കെ വിഷയത്തിൽ കൃത്യമായി നിലപാടെടുത്തിട്ടുണ്ട്. ഇനി പരസ്യ പ്രതിഷേധങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് കരുതാം. പരസ്യ പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ ജനങ്ങൾ ഇതേ 102 സീറ്റ് വാങ്ങിത്തന്ന ജനങ്ങൾക്കത് 10ലേക്കും 20ലേക്കും 30ലേക്കും താഴ്ത്താനും അവർക്കറിയാം. കാരണം ജനങ്ങൾക്ക് ഏത് രൂപത്തിൽ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അറിയാമെന്ന കോൺഗ്രസ് നേതാക്കന്മാർ കരുതുന്നത് ആ പാർട്ടിക്ക് നല്ലതായിരിക്കും.